മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ AKG സെന്ററിലെത്തി VSന് ആദരാഞ്ജലി അർപ്പിച്ചു. വിപ്ലവ ചരിത്രത്തിന്റെ പരിച്ഛേദമാണ് VS എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. VS എന്ന രണ്ടക്ഷരം കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ്. ദീർഘമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റേത്. കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം തൻ്റെ അവസാന നിമിഷം വരെ രോഗശയ്യയിൽ കിടപ്പിലാകുന്നതുവരെ നല്ല ഊർജ്ജസ്വലതയോടെ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. രാത്രി വൈകി മൃതദേഹം തിരുവനന്തപുരത്തെ വസതിയിലേക്ക് മാറ്റും. നാളെ രാവിലെ 9 മണി മുതൽ ദർബാർ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. നാളെ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോകും. ദർബാർ ഹാളിൽ ഔദ്യോഗികമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യാത്രാമൊഴിയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. എല്ലാവരെയും അവിടെ പൊതുദർശനത്തിന് അനുവദിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നാഷണൽ ഹൈവേ വഴി ആലപ്പുഴയിലേക്കാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ രാത്രിയാവുമ്പോൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകുന്ന വഴികളിലെല്ലാം പ്രിയ സഹാബിനെ ഒരു നോക്ക് കാണുന്നതിന് ആളുകൾ തടിച്ചുകൂടും എന്നുള്ളതുകൂടി കണക്കെടുത്തിട്ടാണ് രാത്രിയാവുമ്പോൾ വീട്ടിലെത്തിക്കാനാണ് ഉദ്ദേശിച്ചത്. VSനോടുള്ള ആദര സൂചകമായി നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. VSന്റെ മരണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ അനുശോചിച്ചു. VSനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആളുകളാണ് ഈ സമയത്തും AKG സെന്ററിന് മുന്നിൽ കാത്തുനിൽക്കുന്നത്. VS എന്ന് പറയുന്നത് സമരകേരളത്തിൻ്റെ വലിയ ഇതിഹാസമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നും പോരാട്ടത്തിൻ്റെ ഭാഗത്തായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി കഴിയാത്ത ഒരു വിപ്ലവ പോരാളിയാണ്. സമര നേതാവ് തന്നെയാണ്. തീർച്ചയായും സമരങ്ങൾ, കേരളത്തെ അവകാശ സമരങ്ങൾക്ക് സന്ധിയില്ലാ പോരാട്ടം നടത്തിയ മഹാനായ വ്യക്തിത്വമാണ് സഖാവ് VS. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്നാൽ VS അല്ലേ, നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കണ്ടിട്ടേ പോവുള്ളൂ. VSന് ഈക്വലി വേറെ ആളെന്ന് പറയാൻ പറ്റത്തില്ല. പല ആൾക്കും പല കഴിവില്ലേ. ഞങ്ങൾ 5 മണി തൊട്ട് നിൽക്കുക, കണ്ടിട്ടേ പോകുന്നുള്ളൂ. 5 മണി മുതൽ നിൽക്കുകയാണ്. എത്ര നേരം കണ്ടിട്ടേ പോകും. പിന്നെ തീർച്ചയായും കണ്ടിട്ട് പോകാന്നല്ലേ നിൽക്കുന്നത്, കാണാതിരിക്കാൻ പറ്റില്ല. ഒരിക്കലും ഉണ്ടാവില്ല. VSന് തുല്യം VS മാത്രം. രാജഭരണകാലവും സ്വാതന്ത്ര്യസമരവും ജനാധിപത്യവും സ്വാതന്ത്ര്യത്തിൻ്റെ 25, 50, 75 വർഷം കണ്ട ഒരു മഹാമനുഷ്യനാണ് കടന്നുപോയത്. ഇതുപോലൊരാൾ ഇനി ചരിത്രത്തിലുണ്ട്, കേരള ചരിത്രത്തിൽ ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. VSന്റെ മൃതദേഹം ഇപ്പോൾ CPMന്റെ പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിൽ, പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. അവിടേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 7:30യോടെയാണ് മൃതദേഹം അവിടേക്ക് എത്തിച്ചത്. അപ്പോൾ മുതൽ അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവിടെ കിലോമീറ്ററുകളോളം നീണ്ട ക്യൂ ഉണ്ട്. തിങ്ങിയാർക്കുന്ന ജനക്കൂട്ടമുണ്ട്. അവർ VSനെ ഓർക്കുന്നു, VSനെ ഓർത്ത് മുദ്രാവാക്യം വിളിക്കുന്നു. കണ്ഠമിടറിയുള്ള മുദ്രാവാക്യം വിളികൾ അവിടെ മുഴങ്ങുന്നുണ്ട്. കേരളത്തിൻ്റെ സമരനായകനാണ് വിടവാങ്ങുന്നത് എന്ന് അവർ അവരുടെ മുദ്രാവാക്യങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുന്നുണ്ട്.
എണ്ണിയാൽ ഒടുങ്ങാത്ത സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിൻ്റെ മനസ്സിൽ ഇടം നേടിയ ജനകീയ വിപ്ലവകാരിയാണ് VS അച്യുതാനന്ദൻ. നന്നേ ചെറുപ്പത്തിൽ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ അതിലൂടെ കടന്നുപോയ ആളാണ് VSനെ ഒരു കമ്മ്യൂണിസ്റ്റ് ആക്കിയതും അത്തരം തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളാണ്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അദ്ദേഹത്തിന് അടുക്കേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ തലപ്പത്തേക്ക് പടിപടിയായി ഉയർന്നു വരികയായിരുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി അദ്ദേഹം സജീവ സാന്നിധ്യമായി. ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് CPIന് പുറത്തേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ജനപ്രിയത എത്തിച്ചത്. കേരളം എല്ലാ കാലത്തും കാതോർത്ത ശബ്ദമായിരുന്നു VS അച്യുതാനന്ദൻ്റേത്. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച നേതാവാണ്, മുന്നോട്ട് വെച്ച നേതാവാണ് അദ്ദേഹം. അതിനുവേണ്ടിയും എല്ലാ കാലത്തും നിലകൊണ്ട നേതാവാണ്. അങ്ങനെ ഒരുപാട് സമര പോരാട്ടങ്ങളുണ്ട് VS വിടവാങ്ങുമ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം പറഞ്ഞ് അദ്ദേഹം നടത്തിയ എണ്ണം പറഞ്ഞ പോരാട്ടങ്ങളുണ്ട്. മതികെട്ടാൻചോല കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹം സ്വീകരിച്ച നിലപാടുണ്ട്. മൂന്നാറിൽ കയ്യേറ്റം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തുന്ന സമയത്ത് VS അവിടേക്കൊരു ദൗത്യ സംഘത്തെ അയച്ച് നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ അദ്ദേഹം നടന്നു കയറി എത്രയോ മലകൾ, എത്രയോ വഴികൾ, എത്രയോ കയ്യേറ്റ ഭൂമികൾ, അങ്ങനെ അതിലൂടെയൊക്കെ VS ഉയർത്തിപ്പിടിച്ച പരിസ്ഥിതിയുടെ രാഷ്ട്രീയം കൂടി അദ്ദേഹം വിടവാങ്ങുന്ന ഈ ഘട്ടത്തിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. VS എന്ന രണ്ടക്ഷരം മലയാളിക്ക് പോരാട്ടത്തിൻ്റെ പര്യായമാണ്. നാടുവാഴിത്തത്തിന് എതിരായ സമരങ്ങളിൽ തുടങ്ങി കർഷകർക്കും തൊഴിലാളി വർഗത്തിനും പിന്നീട് പരിസ്ഥിതിക്കും സ്ത്രീ സമത്വത്തിനുമായി മാറ്റിവെച്ച 8 പതിറ്റാണ്ട്. അവസാന ശ്വാസം വരെ കർമ്മനിരതമായിരുന്നു ആ ജീവിതത്തിലെ ഓരോ നിമിഷവും.